കോസ്റ്റ് ഗാർഡ് പിടികൂടിയ ഇറാനിയൻ മത്സ്യബന്ധന ബോട്ട് കൊച്ചിയിലെത്തിച്ചു. തമിഴ്നാട് സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുള്ളത്. കോസ്റ്റ് ഗാർഡ് കപ്പലുകളുടെ സുരക്ഷയിലാണ് ബോട്ട് എത്തിച്ചത്. ഷംന അശോക് ചേരുന്നു. ഷംന, കൂടുതൽ വിവരങ്ങൾ. തന്നെ ഇന്നലെ കൊയിലാണ്ടിയിലെ പുറംകടലിൽ വെച്ചാണ് കോസ്റ്റ് ഗാർഡ് ഈ ബോട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡിന്റെ സംഘം ഈ ബോട്ട് വലിച്ചു കൊണ്ടുവരാനായി കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ബോട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 6 തമിഴ്നാട് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ബോട്ടിൽ ഇനി IB ഉൾപ്പെടെ പരിശോധന നടത്തും. പ്രത്യേകിച്ച് ഇറാനിയൻ ബോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ പരിശോധനയായിരിക്കും ഇനി വിശദമായി നടക്കുക. ഈ ഇറാനിയൻ കപ്പലിൽ ബോട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളാണ് ഈ കൊയിലാണ്ടി അവിടെ കടപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ തൊഴിലുടമയുടെ പീഡനത്തെ തുടർന്നാണ് ഈ ബോട്ടുമായി നാട്ടിലേക്ക് പുറപ്പെട്ടത് എന്നുള്ളതാണ് തൊഴിലാളികൾ പ്രാഥമികമായി നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് അതുകൂടി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ധനം തീർന്നതോടെ ഇന്നലെ കൊയിലാണ്ടി തീരത്തിന് സമീപം കപ്പൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് കോസ്റ്റ് ഗാർഡ് അവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഏതായാലും കൊച്ചിയിൽ നിന്നുള്ള സംഘം ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ ഈ കൊച്ചിയിലേക്ക് ആ ബോട്ട് എത്തിച്ചിട്ടുണ്ട്.